നമുക്കൊരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതും നമ്മളുടെ ജോയ് ഷെയർ ചെയ്യാൻ പറ്റുന്നതും സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതും ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ കമ്പാനിയൻഷിപ്പ് കുറച്ചുകൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ 12th സ്റ്റാൻഡേർഡ്, ഈ 12th ഗ്രേഡിന്റെ ഇവർക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് ഗ്രാജുവേഷൻ ഫംഗ്ഷൻ പോലെ ആ ഫംഗ്ഷന് ഇവരെ വിളിച്ചുകൊണ്ട് പോകേണ്ടത് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആണ്. ഈ ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പേരൻസിന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് പേരൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെങ്ങാനും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 12ാം ക്ലാസ്സിലെങ്ങാനും വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വലിയൊരു വിഭാഗം പബ്ലിക്കിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമാണ്. പ്രശ്നമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടും. അതെ, പല ആൾക്കാരും ഡിഫറെന്റ് ആണ്. ഒരു മെജോറിറ്റി ഓഫ് സെഗ്മെന്റ് ഇത് ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കമ്പാനിയൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലും വഴിതെറ്റി പോയില്ല, നേരെ ഡയറക്ഷനിൽ പോകും. ഒരു സമൂഹത്തിന്റെ ആവശ്യമായ ഡയറക്ഷനിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനമാണ്, ഘടകമാണ്. തീർച്ചയായും അങ്ങനത്തെ രീതിയിൽ കുറച്ചുകൂടെ നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്ത് പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് പ്രോഗ്രഷൻ ആണ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവുന്നത്, സൊസൈറ്റിക്ക് ഉണ്ടാവുന്നത്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആവണം. ഇപ്പം നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന പല സൂയിസൈഡുകൾ പലർക്കും ഉണ്ടാകുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അവരുടെ അച്ചീവ്മെന്റ്സ് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാനും ഉള്ളൊരു കമ്പാനിയൻസ് ഇല്ല എന്നുള്ളതാണ്.